നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ ഭക്തജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ അതിപ്രസിദ്ധമായ, കേരളം മാത്രമല്ല ഇപ്പോൾ ലോകം മൊത്തം അറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് നന്നാട്ടുകാവ് ശ്രീ കാലഭൈരവ ഭൂതത്താൻ തമ്പുരാൻ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ്. ഈ ക്ഷേത്രത്തിൽ ഈ നാട്ടിൽ നടത്താത്ത, എന്നാൽ ഇവിടെ മാത്രം നടത്തുന്ന അമാവാസി പൂജയും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. അമാവാസി കർത്തവാവിൻ്റെ അന്ന് രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7:30 വരെയുള്ള അഭിഷേകങ്ങളാണ്. അപ്പോൾ ഈ അഭിഷേകങ്ങൾ ഓരോരോ അഭിഷേകങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോരോ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ പ്രവൃത്തിക്കും നമ്മുടെ ജീവിതത്തിനും അടുത്ത തലമുറയ്ക്കും വരെ നല്ലതുണ്ടാകുന്ന തരത്തിലാണ് ഈ പൂജകളുടെ പുണ്യം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ അമാവാസി പൂജയിൽ പങ്കാളികളാകാനും അതിൻ്റെ ദ്രവ്യങ്ങൾ, അതിൻ്റെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സംഭാവന ചെയ്യാനും പൂജയെ കൊണ്ട് പുണ്യങ്ങൾ നിങ്ങൾക്കും പരമ്പരയ്ക്കും കിട്ടാനും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കണം. ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന അമാവാസി പൂജ കാലഭൈരവ പൂജ. കാലഭൈരവ പൂജ എന്ന് പറയുന്ന ഒരൊറ്റ കലശമാണ്. അത് ഭക്തജനങ്ങൾ 500 രൂപയാണ് അതിന് തരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് ഭഗവാന് നേരിട്ട് കൊണ്ടു കൊടുത്ത് ഭഗവാന്റെ തിരുസന്നിധിയിൽ ചെന്ന് അഭിഷേകം നടത്തിക്കാനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട്. കാലഭൈരവന് എല്ലാ ഭക്തജനങ്ങൾക്കും കാലഭൈരവൻ്റെ പ്രതിഷ്ഠയുടെ മുമ്പ് ചെന്ന് പൂക്കളിട്ട് അർച്ചന നടത്താനും പൂജ നടത്താനും അഭിഷേകം ചെയ്യാനും ഒക്കെ ഉള്ള സാഹചര്യം മറ്റൊരമ്പലത്തിൽ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നിങ്ങൾക്ക് തന്നെ നേരിട്ട് വന്ന് നിങ്ങളുടെ പ്രയാസങ്ങളും നല്ലതും കെട്ടതും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഭഗവാനെ അറിയിച്ച് സമാധാനപരമായ ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒരവസരം നമുക്കിവിടെ ഉണ്ട്. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്ന പൂജകളാണ് അമാവാസി പൂജയിൽ ഉൾപ്പെടുന്നത്. രാവിലെ ഗണപതി ഹോമമുണ്ട്. അത് കഴിഞ്ഞാൽ 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമമുണ്ട്. 4 മണിക്ക് യമരാജ പൂജയുണ്ട്. 5 മണി തൊട്ട് 6 മണി വരെ ഭദ്രകാളി പൂജയുണ്ട്. 6 മണി തൊട്ട് 7:30 വരെ അഭിഷേകമുണ്ട്. ഈ അഭിഷേകത്തിന് ഒരുപാട് ദ്രവ്യങ്ങളെ കൊണ്ടുള്ള ദ്രവ്യാഭിഷേകങ്ങളും വിശേഷങ്ങളുമൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഓരോ ദ്രവ്യങ്ങളും കൊണ്ട് അഭിഷേകത്തിന് സമർപ്പിച്ചാൽ അല്ലെങ്കിൽ അതിനുള്ള പണം ഒടുക്കിയാൽ നമുക്ക് ഈ അഭിഷേക കാര്യാദികളിലുള്ള പുണ്യം നമുക്ക് കൂടുതൽ കിട്ടും. ഈ വിശേഷപരമായിരിക്കുന്ന അഭിഷേകങ്ങളും കലശപൂജകളിലും പങ്കെടുക്കാൻ നിങ്ങളേവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് നിങ്ങൾക്ക് എണ്ണ, നെയ്യ്, കളഭം, കുങ്കുമം ഇതിൻ്റെയൊക്കെ വില നമുക്ക് എത്ര, ഒരു നെയ്യഭിഷേകം ഒരു അഭിഷേകത്തിന് 5 ലിറ്റർ നെയ്യ് നമുക്ക് വേണം. 1 ലിറ്റർ, 1/2 ലിറ്റർ, 100 ആണെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ളത് നമുക്കിവിടെ സംഭാവനയായിട്ട് ചെയ്ത ഭഗവാന്റെ ബിംബത്തിൽ തീർച്ചയായിട്ടും അത് അഭിഷേകം ചെയ്തിരിക്കും. അതിൻ്റെ പുണ്യം നിങ്ങൾക്കും നിങ്ങളുടെ പരമ്പരയ്ക്കും എല്ലാ തരത്തിലും കിട്ടും. അങ്ങനെ വലിയ വലിയ ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തിപ്പോരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് തൊഴുവാനും പങ്കാളികളാവാനും കഴിയാതെ പോകുന്നു എന്നത് വിഷമിക്കേണ്ട. നമ്മൾ ഇവിടുത്തെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവിടെ നടക്കുന്ന പൂജകളുടെ ലിങ്ക് നമുക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏത് രാജ്യത്തിരുന്നാലും നിങ്ങൾക്ക് ഇവിടുള്ള പൂജകളും പരിഹാരങ്ങളും അഭിഷേകങ്ങളും കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് പുണ്യം നേടാനാകും. എല്ലാവരും ഇതിൽ പങ്കാളികളാകണം. ഈ എല്ലാ അമാവാസ്യത്തോടും സാധാരണ അമ്പലങ്ങളിൽ വർഷത്തിലൊരിക്കൽ പ്രതിഷ്ഠാ ദിവസമാണ് അഭിഷേകവും കലശവും പൂജകളും താന്ത്രിക കർമാദികളും നടത്തുന്നത്. എന്നാൽ വർഷത്തിൽ കൂടെ ഇടവത്തിലെ ചോതിയിലെന്ന് താന്ത്രിക വിശേഷ പൂജകളും മറ്റ് ദിവസങ്ങളിൽ അമാവാസികളിലെല്ലാം താന്ത്രികവും മാന്ത്രികവും കൗളവാചാരവും കൊണ്ടാണ് ഇവിടുത്തെ പൂജകൾ. അപ്പോൾ ഈ ഓരോ വർഷവും ഇത്രയും ദ്രവ്യങ്ങളെ കൊണ്ട് ഓരോ മാസം സഹസ്ര കലശങ്ങൾ വരെ ഉള്ള മാസങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ 1000 വർഷം പൂജിച്ചാൽ കിട്ടുന്ന പുണ്യമാണ്
ഈ ഒരൊറ്റ ദിവസത്തിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം വർഷത്തിൽ ഒരു കലശമാണല്ലോ ഭഗവാന് അമ്പലത്തിൽ തന്ത്രി ചെയ്യുന്നത്. ഇവിടെ ഒരു മാസം തന്നെ 1000 കലശങ്ങൾ വരെ നടത്തുമ്പോൾ 1000 വർഷത്തെ പുണ്യമാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നത്. ഈ വിശേഷ പൂജകളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ പങ്കാളികളായി ഈ ക്ഷേത്രം നിങ്ങളുടെയും കൂടെ ക്ഷേത്രമാണ് എന്നുള്ളത് ധരിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ എല്ലാ ഭക്തജനങ്ങളെയും ജാതി മത വർണ്ണ വിശേഷങ്ങൾ കൂടാതെ സർവ്വജനങ്ങൾക്കും ഒരേപോലെ സ്വാതന്ത്ര്യത്തോടു കൂടി വന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഈശ്വര സന്നിധിയാണ് ഈ സ്ഥാനം. എല്ലാവർക്കും സ്വാഗതം.